ബട്ട് മാം, ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, മാം എപ്പോഴൊക്കെയാണോ ശ്രീനാഥിനെ പറ്റി പറയുന്നത്, ഒരു തരി പോലും ഹെയ്റ്റ് ഇല്ലാതാ പറഞ്ഞിട്ടുള്ളത്. ബിക്കോസ് എൻ്റെ ബേസിക് ഒരു നേച്ചറും കൂടി അതാണ്. എന്നെ ചെകിടത്ത് ആരെങ്കിലും അടിച്ചാൽ പോലും ഞാൻ ഇങ്ങോട്ട് ഗാന്ധിജിയല്ല എന്നാൽ പോലും ഞാൻ പിന്നെ ഐ ഡോണ്ട് നോ, സംഭവം ആ സമയത്ത് ഞാൻ അവരുടെ സൈഡിൽ നിന്ന് ചിന്തിക്കും. ഇപ്പൊ സപ്പോസ് അങ്ങനെ ഒരാൾ ദേഷ്യപ്പെട്ട് നമ്മുടെ ആ സമയത്ത് നമുക്ക് ദേഷ്യം വന്നാലും പെട്ടെന്ന് ഞാൻ പിന്നെ ആലോചിക്കുന്നത് ആ സിറ്റുവേഷനിൽ അങ്ങനെ ആയതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തത് കൊണ്ടല്ലായിരിക്കോ, ആയിരിക്കുമല്ലോ. അപ്പൊ അവരെ ന്യായീകരിക്കും. ചെറിയൊരു മദർ തെരേസ ഉണ്ടായിരുന്നു അല്ലേ? അതാ കുഴപ്പം. അപ്പൊ നമ്മളാണ് കൂടുതൽ ഹേർട്ട് ആവുന്നതും. പക്ഷെ എപ്പോഴും ഞാൻ മറ്റവരുടെ ഒരു സൈഡിൽ നിന്നും കൂടെ ചിന്തിക്കും. ഇന്നും അങ്ങനെ തന്നെയാ. എന്തെങ്കിലും ഞാൻ ചെയ്യുമ്പോൾ ഉടനെ ഞാൻ അവരെ ന്യായീകരിക്കും മൈൻഡിൽ. യുനോ ഐ വിൽ ബി ജസ്റ്റ് തിങ്കിങ് അവരിങ്ങനെ പറഞ്ഞ് ഇറ്റ്സ് ഓക്കെ, അവര് ചിലപ്പോ അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കില്ല, ചിലപ്പോ ഇങ്ങനെ ആളുകളിൽ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യൂല്ലേ. ഞാൻ വളരെ മോശമാണ് ഒരാളിനെ ജഡ്ജ് ചെയ്യുന്നതില്. ദാറ്റ് ഇൻ മൈ ലൈഫ് ദാറ്റ് ഇസ് 100%. അതായത് ഒരിക്കലും എനിക്ക് ആരെങ്കിലും സ്നേഹത്തോടെ എൻ്റെ അടുത്ത് വന്ന് ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മര്യാദയ്ക്കൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ ഇവർ വളരെയധികം നമ്മളോട് ഇഷ്ടമാണെന്ന്, ബട്ട് ബാക്കിൽ കുത്തുമായിരിക്കും, നമുക്ക് അറിയാൻ പറ്റില്ല. ബട്ട് ഐ എം എ വെരി ബാഡ് ജഡ്ജ് ഓഫ് ക്യാരക്ടർ. കാരണം ബേസിക്കലി എൻ്റെ സൈഡിൽ ഞാൻ ചിന്തിക്കുമ്പോൾ ഐ എം വെരി ഓണസ്റ്റ്. എനിക്ക് ഒരിക്കലും കളത്തറവോ ആരെങ്കിലും എന്തെങ്കിലും കുശുമ്പോ ഒക്കെ പറയുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാവില്ല. ഐ ഡോണ്ട് ഞാനത് ടു ദ പോയിന്റ് അങ്ങനെ എടുക്കും. എനിക്ക് അറിഞ്ഞൂടാ. സോ എനിക്ക് ആരെങ്കിലും അങ്ങനെ പറയുകയാണെങ്കിലും ഞാൻ വിചാരിക്കും കറക്റ്റാണ് അവർ സംസാരിക്കുന്നത്. അപ്പോഴാണെങ്കിൽ വേറെ ആരെങ്കിലും അയ്യോ പൊട്ടി അതല്ലാതെ അവരിങ്ങനെ. അപ്പോൾ അങ്ങനെ ചിന്തിച്ചു, അയ്യോ ഞാനങ്ങനെ ചിന്തിച്ച് സ്വപ്നത്തിൽ പോലും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല എന്നായിരിക്കും ഞാൻ പറയുന്നത്. അതാണ് എൻ്റെ ബേസിക് നേച്ചർ. അതുകൊണ്ടായിരിക്കും ഐ എം നോട്ട് ടേക്കിംഗ് തിങ്സ് വെരി സീരിയസ്ലി നൗ. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ ഓരോന്നും ലൈഫിൻ്റെ കാര്യങ്ങളിൽ എല്ലാം വളരെ സീരിയസ് ആയെങ്കിൽ നമ്മൾ ഡിപ്രഷനിലോട്ട് പോകത്തേ ഉള്ളൂ. സോ ഐ ജസ്റ്റ് ഫീൽ സംടൈംസ് എന്തോ ഒരു അനുഗ്രഹമുണ്ട് എനിക്ക്. ദൈവത്തിൻ്റെ ഒരു, കൃഷ്ണനാണ് എൻ്റെ ഇഷ്ടദൈവം. അപ്പോൾ എപ്പോഴും കൃഷ്ണൻ്റെ ഒരു, അതാണ് ഇപ്പോൾ ഞാൻ താമസിക്കുന്ന വീടും ഉരക്കാട് ശ്രീകൃഷ്ണ കൃഷ്ണൻ്റെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ്. സോ എനിക്ക് കൃഷ്ണൻ്റെ ഒരു അനുഗ്രഹം, എൻ്റെ അമ്മയച്ഛൻ്റെയും എല്ലാവരുടെയും അനുഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രമാണ് സത്യത്തിൽ ഐ ക്യാൻ, ഈവൻ ഇഫ് ഐ എം നോട്ട് എ ഗുഡ് ജഡ്ജ് ഓഫ് ക്യാരക്ടർ, എനിക്ക് ബേസിക്കലി ഐ ക്യാൻ ഗെറ്റ് അലോങ് വിത്ത് പീപ്പിൾ. ഈ കുറേ ദുഃഖങ്ങളുടെ ഇടയിൽ കൃഷ്ണനെ മാത്രം പ്രാർത്ഥിച്ച് കരയണ ഒരു ശാന്തികൃഷ്ണൻ ഉണ്ടായിരുന്നോ? അതല്ലേ പേര് തന്നെ ഇല്ലേ ശാന്തികൃഷ്ണൻ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ ഒരിക്കലും പറയില്ല ഞാൻ വളരെ ഐഡിയൽ ആണെന്നോ അല്ല എനിക്ക് വിഷമമൊന്നും ഉണ്ടാവില്ല എന്നോ, അങ്ങനെയല്ലേ അല്ല. ഞാനൊക്കെ അനുഭവിച്ചത് ആരും എൻ്റെ ശത്രു പോലും അനുഭവിക്കരുതിനെ ഞാൻ പ്രാർത്ഥിക്കൂ. ബിക്കോസ് ഐ ഹാവ് ഗോൺ ത്രൂ എ ലോട്ട് ഇൻ മൈ ലൈഫ്. ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. എൻ്റെ ലൈഫിൻ്റെ ഇപ്പോഴും നമ്മളൊരു കഥയൊക്കെ എഴുതി കഴിഞ്ഞാൽ സിനിമയിലെ ആൾക്കാർ കണ്ടാൽ പോലും വിചാരിക്കും പിന്നെ ഇങ്ങനെയൊക്കെ നടക്കുമോ ജീവിതത്തിൽ എന്ന് വേറെ അവർ ചിലപ്പോൾ പടം കാണുമ്പോൾ പറയും. പക്ഷേ ജീവിതത്തിൽ അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? സോ അത്രയ്ക്ക് ഞാൻ ആക്ച്വലി കഷ്ടപ്പെട്ടാണ് സത്യത്തിൽ ഐ ഹവ് റീച്ച്ഡ് 60ാമത്തെ വയസ്സിൽ. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ലൈഫിൻ്റെ എല്ലാ വശങ്ങളും കണ്ടിട്ടുണ്ടെന്ന് പറയാം. ദർ സോ മെനി തിങ്സ് ഹാവ് ഹാപ്പൻ ഇൻ മൈ ലൈഫ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നാൾ പോലും ഒരു തമിഴ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞ ഒരു കാര്യമാണ് എൻ്റെ ചേട്ടനെ കുറിച്ച്. അത് സുരേഷ്, ഞങ്ങളുടെ എൻ്റെ വേറൊരു ചേട്ടൻ്റെ മോൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് എൻ്റെ മക്കൾ വന്ന്, അപ്പോൾ അവരെ വിളിച്ചിട്ട് എൻ്റെ ചേട്ടൻ പറഞ്ഞൊരു കാര്യമാണ്, ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ശാന്തി നിങ്ങളുടെ അമ്മ വാട്ട് ഓൾ ഷി ഹാസ് ഗോൺ ത്രൂ ഇൻ ലൈഫ് നിങ്ങൾക്ക് അറിയില്ല. അങ്ങനെ അറിയാൻ വേണ്ട, പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട് അവളുടെ ജീവിതം ഇങ്ങനെയായിരുന്നു എന്ന്. അത്രയ്ക്ക് കഷ്ടപ്പെട്ട് അത്രയ്ക്ക് അവൾ വിഷമിച്ചിട്ട് വേറെ ആരും ഉണ്ടാവില്ല. അവളുടെ കഥ എഴുതാം നമുക്ക് അവളെക്കുറിച്ച്. പക്ഷേ ഇന്നും അവളിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സംഹൗ അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹം ഒരിക്കലും കളയരുത്. അവളുടെ ചിരി ഒരിക്കലും ആയരുത്. യു ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് ഷീ ഈസ് ഓൾവേസ് ഹാപ്പി. യു മേക്ക് ഷുവർ ഷീ ഓൾവേസ് കീപ് സ്മൈലിങ് എന്ന് ചേട്ടൻ അവരുടെ അടുത്ത് പറഞ്ഞ്, പിള്ളേരുടെ അടുത്ത്. അപ്പോൾ ഞാനൊന്ന് വിചാരിക്കും, അപ്പോൾ ചേട്ടൻ എന്തോരം കാര്യങ്ങളായിരിക്കും നോട്ടീസ് ചെയ്തിട്ടുണ്ടാവുക എന്ന്. നമ്മളുടെ മുമ്പിൽ കാണിച്ചില്ലെങ്കിൽ തന്നെ ദ ലവ് ദേ ഓൾ മൈ ബ്രദേഴ്സ് ഹാവ് ഫോർ മീ ഇറ്റ്സ് സംതിങ് ടച്ച് വുഡ്. നമ്മൾക്ക് എന്താ പറയുക, നമുക്കതൊരു നിധിയാണ് സത്യത്തിൽ. സത്യം, തീർച്ചയായിട്ടും, അബ്സല്യൂട്ട്ലി. ഇങ്ങനത്തെ ഒരു ഫാമിലി എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്, ഞാൻ ആ ഫാമിലിയിൽ ജനിച്ചത് തന്നെ എൻ്റെ ഒരു വലിയൊരു ലക്കാണ് സത്യത്തിൽ. സിനിമയുടെ അകത്ത് നമ്മൾക്ക് ചില ആർട്ടിസ്റ്റുകളെ കാണുമ്പോൾ ആദ്യം ഒരു ഇമേജ് ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറേ കാലം അത് ശാന്തികൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്, മാമിനെ കാണുമ്പോൾ
സങ്കടമുള്ള ക്യാരക്ടേഴ്സ് ആവും, അല്ലെങ്കിൽ ദുഃഖപുത്രിയായിരിക്കുന്ന. പക്ഷെ കട്ടു 2017-18 ആ ഇമേജ് മൊത്തം പൊളിച്ചു. ഭയങ്കര ജോവിയൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ഹ്യൂമർ വർക്ക് ചെയ്യുന്ന ക്യാരക്ടേഴ്സൊക്കെ വന്നു. അന്ന് ഐ മീൻ 90s 80s അങ്ങനെ ഹ്യൂമർ ചെയ്യാനുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഉള്ളിൽ. ഞാനങ്ങനെ ഒരിക്കലും ഒരു റോള് വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് സിനിമ ഇല്ലാത്ത സമയത്ത് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴോ ഞാൻ ഇങ്ങനെ ഒരു റോൾ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. അതാണ് സത്യം. എനിക്ക് ഏത് റോൾ, എനിക്ക് ഇങ്ങോട്ട് വന്ന റോൾസ് എല്ലാമേ റൈറ്റ് ഫ്രം 81 എനിക്ക് കിട്ടിയ റോൾസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ശരിയാണ്. ഫസ്റ്റ് 80s എൻ്റെ മോസ്റ്റ് ഓഫ് ദ റോൾസ് വളരെ ഈ സോബറായിട്ടും വളരെ ട്രാജിക് ആയിട്ടും ഉള്ള ഒരു ക്യാരക്ടർ പോലെയായിരുന്നു. സെറ്റുമുണ്ട്, സാരി, ഇതുപോലത്തെ ഒക്കെ ആയിരുന്നു കൂടുതലും. പക്ഷെ അതിനുശേഷം 90s വന്നപ്പോഴേക്കും തന്നെ ഓൾറെഡി കുറച്ച് മാറ്റങ്ങളായിരുന്നു. ഇപ്പോൾ നമുക്ക് എന്നും നന്മകളാണെങ്കിലും വിഷ്ണുലോകം ഓഫ് കോഴ്സ് കുറച്ച് ഇതാണ്. പക്ഷെ നയം വ്യക്തമാക്കുന്നതിൽ ഇറ്റ് വാസ് എ മിക്സ് ഓഫ് ഒരു ടിപ്പിക്കൽ ഹൗസ് വൈഫിന്റെ ഒരു സംഭവമായിട്ട്, ടീച്ചർ ആണെങ്കിൽ പോലും അവർക്ക് ആ ഒരു സ്നേഹം ഒക്കെ കാണിച്ചതും. സോ അന്ന് തൊട്ട് എനിക്ക് ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് വന്നുകൊണ്ടിരുന്നത് തന്നെ ഇങ്ങോട്ട്. അപ്പൊ അതുകൊണ്ട് ഞാനായിട്ട് അങ്ങോട്ട് ഒന്നും ചിന്തിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയാൽ എങ്ങനെ ഇരിക്കുന്നോ, അല്ലെങ്കിൽ അങ്ങനെ ക്യാരക്ടർ കിട്ടിയാൽ എനിക്ക് ചെയ്യാൻ പറ്റുമായി, ഐ മീൻ ഐ വുഡ് ലവ് ടു ഡു എന്നൊരു ഫീലിംഗ് എനിക്ക് ഉണ്ടായിട്ടില്ല. കുട്ടനാട് മാർപ്പാപ്പ വന്നപ്പോഴാണ് ഞാൻ സത്യത്തിൽ ഡയറക്ടർ ശ്രീജിത്തിൻ്റെ അടുത്ത് ചോദിച്ച ഒരു ശാന്തി കൃഷ്ണയെ അന്വേഷിച്ച് തന്നെയാണോ നിങ്ങൾ വന്നത് എന്ന്. ബിക്കോസ് എൻ്റെ അടുത്ത് ആരും കോമഡി ടൈപ്പ് ഒരു ക്യാരക്ടർ ചെയ്യാൻ ഞങ്ങൾ മാമിനാണ് ചിന്തിച്ചത് എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. കാരണം നോബഡി കുഡ് വിഷ്വലൈസ് മീ അങ്ങനെ. അപ്പോൾ അതും വീണ്ടും തിരിച്ചു വന്നപ്പോൾ ഞണ്ടുകളുടെ നാട്ടിലാണ് ചെയ്തത്. അതിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, ഹ്യൂമർ ഇല്ല. അപ്പം നെക്സ്റ്റ് ഉടനെ വന്നതാണ് അരവിന്ദൻ്റെ അതിഥികൾ കഴിഞ്ഞ്, പിന്നെ എനിക്ക് തോന്നുന്നു കുട്ടനാട് മാർപ്പാപ്പ അതിന് ശേഷമാണ്. അപ്പോൾ ശ്രീജിത്ത് എന്നെ കാണാൻ വന്നപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞു, നിങ്ങളാണ് എൻ്റെ മേരി അമ്മ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ശാന്തികൃഷ്ണനാണ്, നിങ്ങൾക്ക് അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ എൻ്റെ അടുത്ത് വന്നത്? അതെന്താ മാം ചോദിക്കുന്നത് അങ്ങനെ? ഞാൻ പറഞ്ഞു, ഈ ക്യാരക്ടർ കേൾക്കുമ്പോൾ ഐ വുഡ് ലവ് ടു ഡു ഇറ്റ്, പക്ഷേ നിങ്ങൾ ഇത് ഒരു കോമഡി മിക്സ് ചെയ്ത ഒരു സാധാരണ ഉർവശിയൊക്കെ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സാണ്. അപ്പോൾ നിങ്ങൾ അത് ഓർത്തിട്ടാണ് തന്നെയാണോ എൻ്റെ അടുത്ത് തന്നെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. കറക്റ്റായിട്ട് ഞങ്ങൾ അന്വേഷിച്ച് വന്നത് ശാന്തി മാമിന് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ആനീസ് കിച്ചണിൽ അതിന് മുമ്പ് ഞാൻ ഒരു ഇൻ്റർവ്യൂ കൊടുത്തായിരുന്നു. പിന്നെ വേറെയും ഞാൻ വന്നതിന് ശേഷം കുറേ ഇൻ്റർവ്യൂസ് ഇടയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നതിൽ മോസ്റ്റ്ലി എല്ലാം കുറേ ഇതുപോലെ പറഞ്ഞ പോലെ ഹ്യൂമർ ടൈപ്പ് എൻ്റെ ബേസിക് നേച്ചർ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കോമഡി അടിക്കുക, കോമഡി എന്തെങ്കിലും. അത് കണ്ടതിന് ശേഷം ശ്രീജിത്ത് പറഞ്ഞു, അത് കണ്ടപ്പോഴാണ് എനിക്ക് എൻ്റെ മൈൻഡിൽ പോയത്, ഞങ്ങളുടെ പടത്തിൻ്റെ മേരിയമ്മ ഇത് തന്നെ, ഇതുപോലെ തന്നെ മാനറിസംസും എല്ലാം നിങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് കുട്ടനാട് മാർപ്പാപ്പിൽ എന്നെ വിളിക്കുന്നതും. സോ അത് എനിക്കൊരു ചാലഞ്ചും ആയിരുന്നു. കാരണം അറിയില്ലല്ലോ ഹൗ ആൾക്കാർ ഇങ്ങനെ അത് ഇതേവരെ എനിക്ക് ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു മലയാളം ഓഡിയൻസിന്. ഞാൻ പറഞ്ഞ പോലെ വളരെ സീരിയസ് ആയിട്ട് ക്യാരക്ടേഴ്സ് ചെയ്തപ്പോഴും നെഗറ്റീവായിട്ട് ചില പക്ഷിയിലൊക്കെ നെഗറ്റീവായിട്ട് കുറച്ച് ചെയ്തപ്പോൾ പോലും അവർ വീണ്ടും എന്നെ ഒരു ഹീറോയിനായിട്ട് തന്നെ അവർ എന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അമ്മയായിട്ടും അമ്മയമ്മയായിട്ടും എല്ലാം ഞാൻ അഭിനയിച്ചു മോഹൻലാലിൻ്റെ എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം ഭാര്യയായിട്ടും കാമുകിയായിട്ടും ഒക്കെ അഭിനയിച്ചു. സോ ആ ഒരു ഫ്രീഡം എനിക്ക് ഉണ്ടായിരുന്നു. ബട്ട് കോമഡി റോൾസിൽ ഐ വാസ് എ ലിറ്റിൽ സ്കെപ്റ്റിക്കൽ എന്തായിരിക്കും എന്ന്. ബട്ട് ദെൻ എല്ലാവരും അതിലുണ്ടായിരുന്ന എല്ലാ ആർട്ടിസ്റ്റും കൂടി ഞങ്ങൾ വളരെ കോൺഫിഡൻസൊക്കെ തന്നിട്ടാണ് സത്യത്തിൽ ഐ കുഡ് ഡു ഇറ്റ്. പിന്നെ ഐ ബിക്കെയിം മൈ ഓൺ, എൻ്റെ തന്നെ മാനറിസംസും എൻ്റെ തന്നെ ഇതൊക്കെ ചെയ്തപ്പോഴേക്കും എന്തോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതിനുശേഷം കൊച്ചു പിള്ളേരെ വരെ അവർ ആദ്യം ചാക്കോച്ചൻ്റെ അമ്മയായിട്ട് പിന്നെ മേരിയമ്മ. സോ ആ ക്യാരക്ടർ വളരെയധികം പിള്ളേർ തൊട്ട് വലിയ വരെ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ റിവ്യൂസും എല്ലാം വന്നതും വളരെ നന്നായിട്ട് എഴുതിയപ്പോൾ എനിക്കത് വളരെയധികം സന്തോഷം. മേ ബി അമ്പിളിച്ചേട്ടനും ഇന്നസെൻ്റ് ഏട്ടനും കൂടെ ഒക്കെ അഭിനയിച്ച് അവരുടെ എന്തെങ്കിലുമൊക്കെ എൻ്റെ മൈൻഡിൽ കയറി കാണും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ എനിക്ക് കോമഡി റോൾസ് ചെയ്യാൻ പറ്റിയത്. മാം, ചൈൽഡ്ഹുഡ് ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടി, ഡ്രാമയിലും ഉണ്ട്, ഡാൻസിലും ഉണ്ട്. അക്കാഡമിക്സിലും എങ്ങനെയായിരുന്നു? നല്ലതായിരുന്നു. ഫ്രണ്ട് ബെഞ്ചറായിരുന്നു? ഫസ്റ്റാണ് മോസ്റ്റ്ലി ഞങ്ങൾ ആദ്യം അച്ഛൻ കുവൈറ്റിലായിരുന്നു ജോലി. ആ സമയത്ത് ഞാനും എൻ്റെ മൂന്നാമത്തെ ഏട്ടനുമായിരുന്നു കൂടുതലും അച്ഛൻ്റെ അമ്മയുടെ കൂടെ കുവൈറ്റിൽ. അപ്പോൾ സ്റ്റാർട്ടിങ് ഓഫ് സ്കൂൾ എനിക്ക് അവിടെയായിരുന്നു, കുവൈറ്റിലായിരുന്നു. അതെ, അപ്പോൾ അവിടെ പഠിച്ചിട്ട് ഒരു സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ് ഞാൻ ബോംബെയിൽ വന്ന് തുടങ്ങിയത് ക്ലാസ്സസ്. അതിന് മുമ്പിലത്തെ അപ് ടു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഞാൻ കുവൈറ്റിലാണ് പഠിച്ചത്. എൻ്റെ മൂന്നാമത്തെ ഏട്ടനും കുവൈറ്റ് സിറ്റിസൺ ആണ്, അവിടെയാണ് ജനിച്ചത്.
അതെ. അപ്പോൾ എൻ്റെ ഏറ്റവും മൂത്ത 2 ചേട്ടന്മാർ ദേവർ ഇൻ ബോംബെ, എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ. സോ മോസ്റ്റ്ലി വെക്കേഷനിൽ അവർ കുവൈറ്റ് വരുമായിരുന്നു. ആൻഡ് അങ്ങനെ സോ അത് കഴിഞ്ഞിട്ടാണ് 70s പിന്നെ ഞങ്ങൾ തിരിച്ച് ബോംബെ വന്നു. അതിനുശേഷം 2nd സ്റ്റാൻഡേർഡ് മുതൽ ഞാൻ അവിടെ ബോംബെയിലായിരുന്നു പഠിച്ചത്. ഓക്കെ ഓക്കെ. അപ്പൊ ഹിന്ദി പടങ്ങളും ഹിന്ദി സ്റ്റാർസ് ആ വേൾഡ് വരുന്ന സിനിമയ്ക്കുള്ള എക്സ്പോഷർ? സിനിമ എക്സ്പോഷർ എന്ന് പറയുമ്പോൾ ശരിയാണ്, നമുക്ക് കുവൈറ്റിലൊന്നും ഹിന്ദി ഒന്നും അപ്പോൾ പഠിച്ചിട്ടില്ലല്ലോ. സോ അപ്പോൾ ജസ്റ്റ് 1st സ്റ്റാൻഡേർഡ് വരെ ഉള്ള സ്ഥിരം അപ്പുറത്തെ ഒരു സിലബസ് ഒക്കെ ആയിരുന്നു. അതിനുശേഷം 2nd സ്റ്റാൻഡേർഡ് മുതൽ നാച്ചുറലി പിന്നെ ഹിന്ദിയിൽ ഒക്കെ ഉണ്ടായിരുന്നു. ഹിന്ദി, മറാഠി എല്ലാം ലാംഗ്വേജസും വരാൻ തുടങ്ങി. മറാഠി അറിയാം, പക്ഷെ ആക്ച്വലി കുറച്ചൊക്കെ ഇപ്പൊ മറന്നുപോയി. ഇത് കേൾക്കുമ്പോ പക്ക അറിയാം, സംസാരിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും, കാരണം അത് ടച്ചില്ല. പക്ഷെ ഞങ്ങൾക്ക് ഹിന്ദി, മറാഠി എല്ലാം അപ് ടു 10th, ഞാൻ 12th വരെ അവിടെ ആയിരുന്നു കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ അതിനുശേഷം ഫസ്റ്റ് ഇയർ വരെ കോളേജിലായിരുന്നു. പിന്നെ അതിനുശേഷം കറസ്പോണ്ടൻസാണ് ചെയ്തത്, ബിക്കോസ് അപ്പോഴത്തേക്ക് മൂവീസിൽ വന്നു. അപ്പോൾ അങ്ങനെയാണ് ആ സമയത്ത് എൻ്റെ സ്കൂൾ പ്രിൻസിപ്പളിൻ്റെ ഗുരുവായിരുന്നു ഞങ്ങളുടെ കോളേജ് പ്രിൻസിപ്പൽ. അപ്പോൾ സാർ വന്നിട്ട് എന്നെയും കൊണ്ട് സാറിനെ മറ്റേ കോളേജ് പ്രിൻസിപ്പലിനെ കാണാൻ പോയി. എന്നിട്ട് സാറിൻ്റെ അടുത്ത് പെർമിഷൻ ചോദിക്കുന്നു, അവൾക്ക് ഇത് കൊടുക്കണം, എന്താ പറയുക, അറ്റൻഡൻസ് ഒക്കെ കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ എക്സാം എഴുതാൻ ബുദ്ധിമുട്ടായിരിക്കും, ബിക്കോസ് ഷീ ഈസ് മെൻറ്റ് ഫോർ ആർട്ട് എന്ന ലൈനിലൊക്കെ സാറായിരുന്നു കൂടുതൽ അതിന് എനിക്ക് പ്രൊമോട്ട് ചെയ്തതൊക്കെ. സോ അങ്ങനെ ആ കോളേജ് പ്രിൻസിപ്പൽ 1 year ഹി ഗേവ് മീ ദി അറ്റൻഡൻസ്. പിന്നെ ലാസ്റ്റ് ഇയർ ഒക്കെ ആകുമ്പോഴേക്കും ഇറ്റ് വാസ് ഡിഫിക്കൾട്ട്. ഞാൻ തന്നെ പിന്നെ എനിക്ക് ഒരു ഇതായിപ്പോയി, കോളേജിൽ പോവാതെ അറ്റൻഡൻസ് ഇല്ലാതെ. സോ ദെൻ കറസ്പോണ്ടൻസിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തു എൻ്റെ BA. ഈ ചെറുപ്പം തൊട്ട് നമ്മളിപ്പോ ആ സമയത്ത് മാമിന്റെ സിനിമകളുടെ ക്യാരക്ടേഴ്സിനെ കാണുമ്പോൾ അടക്കം ഒതുക്കമുള്ള ആളായിരുന്നു. ലൈഫിൽ ഭയങ്കര അടക്കം ഒതുക്കമുള്ള കുട്ടിയായിരുന്നോ? ഞാൻ ഭയങ്കര എന്താ പറയാ, ഹൈപ്പറോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, തൊട്ടാവാടിയായിരുന്നു. ഈ 3 ചേട്ടന്മാര് എപ്പോഴും ഇങ്ങനെ ടീസ് ചെയ്തുകൊണ്ടും എന്തും ചെയ്തുകൊണ്ടിരിക്കുമ്പോ തൊട്ടത്തിനും അമ്മേന്ന് പറഞ്ഞിട്ട് കരയുന്ന ടൈപ്പായിരുന്നു. എല്ലാവരുടെ അടുത്തുനിന്നും വളരെയധികം സ്നേഹം കിട്ടിയ ഒരു ആളായിരുന്നു ഞാൻ. 3 ഏട്ടന്മാര്. ഇതില് ഏതേട്ടനാ നമ്മുടെ സുരേഷ് കൃഷ്ണ? രണ്ടാമത്തെ ഏട്ടൻ. ഏറ്റവും മൂത്ത ഏട്ടൻ ശ്രീറാം, രണ്ടാമത്തെ ഏട്ടൻ സുരേഷ്, മൂന്നാമത്തെ ഏട്ടൻ കാലിഫോർണിയയിലാണ്, ചേട്ടൻ സതീഷ്, പിന്നെ ഞാൻ ശാന്തി. എല്ലാവരും S ആണ്, SK. ഏറ്റവും ചെറിയ ഒരൊറ്റ അനിയത്തിയും, എല്ലാവരും ഉള്ളി എന്താ പറയാ യങ്ങസ്റ്റ് ആണ് എന്നാണെങ്കിൽ പോലും ആ ഒരു ഫ്രീഡവും ആ ഒരു സ്നേഹവും എനിക്ക് എൻ്റെ ഫാമിലിയിൽ നിന്ന് വളരെയധികം കിട്ടിയിട്ടുണ്ട്. സോ ഒരു വിധത്തിൽ ഐ വാസ് എ ലിറ്റിൽ സ്പോയിൽഡ് എന്ന് പറയാം. ബട്ട് അറ്റ് ദ സെയിം ടൈം അമ്മ കുറച്ച് സ്ട്രിക്റ്റ് തന്നെയായിരുന്നു. ഇൻ ദ സെൻസ് അമ്മയുടെ ഒരു വാക്ക് ഇപ്പോഴും ഞങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു സംഭവമാണ്, ഞങ്ങളുടെ മക്കൾക്കും പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവമാണ്. എന്തുണ്ടെങ്കിലും ഗുഡ് ഓർ ബാഡ് ഞാനാണ് ആദ്യം അറിയേണ്ടത്. യു ഹാവ് ടു കം ആൻഡ് ടോക്ക് ടു മീ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എവിടെന്നെങ്കിലും ഒക്കെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് എന്നെ ഹേർട്ട് ചെയ്യും. അപ്പോൾ അതിനെക്കാട്ടിലും ഭേദം നിങ്ങൾ ഐദർ വേ ഗുഡ് ഓർ ബാഡ് എന്താണെങ്കിലും എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കണം, എൻ്റെ അടുത്ത് വന്ന് പറയണം. എനിക്ക് ഫസ്റ്റ് എന്തുണ്ടെങ്കിലും നിങ്ങളുടെ വായിന്ന് കേൾക്കണം. ഇത് തന്നെയാണ് ഞാൻ എൻ്റെ മക്കളുടെ അടുത്തും ഒക്കെ പറയുന്നത്. സോ അതുകൊണ്ട് ഇപ്പോഴും ഐ ഹാവ് ഗോട്ട് വെരി ഗുഡ് കമ്മ്യൂണിക്കേഷൻ വിത്ത് മൈ ചിൽഡ്രൻ. അവരെപ്പോഴും എന്തും അവരെൻ്റെ അടുത്ത് വന്ന് ആദ്യം സംസാരിക്കുന്നതും ഞങ്ങൾ തമ്മിൽ ഒരു കോൺഫറൻസ് കോൾ പോലെയൊക്കെ, കാരണം അവർ രണ്ടുപേരും അവിടെയാണ്. അപ്പം ഞങ്ങൾ ഫേസ് ടൈമിലോ അല്ലെങ്കിൽ അത് ഇട്ടിട്ട്, അവൾ വേറെ സ്ഥലത്താണ്, റോച്ചസ്റ്ററിലാണ്. അപ്പോൾ മോൾ അവിടെ നിന്ന്, മോൻ ന്യൂയോർക്കിലും ഞാൻ ഇവിടെയും ആവുമ്പോൾ കോൺഫറൻസ് ആയിട്ട് കോളൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ അങ്ങനെയൊക്കെ സംസാരിച്ച് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലും പോലെ അതെ അതുപോലെയൊക്കെ. സോ അങ്ങനെ ഒരു അറ്റാച്ച്മെൻ്റ് ആണ് എനിക്ക്. അത് ഐ തിങ്ക് ഐ ഗോട്ട് ഇറ്റ് ഫ്രം മൈ പാരൻസ്. കാരണം അവരെന്തായാലും ഞങ്ങൾക്ക് ഒരിക്കലും ഒരു പേടിയില്ലായിരുന്നു പാരൻസിനോട് പോയി എന്തെങ്കിലും കാര്യം പറയാനും സംസാരിക്കാനും. ആ ഒരു ഫ്രീഡം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് എന്തും പറയാൻ പറ്റുമായിരുന്നു. സിബ്ലിങ്സ് എന്ന് പറയുമ്പോഴേ ഈ അതിൽ സുരേഷ് കൃഷ്ണയ്ക്ക് അപ്പം അന്ന് തൊട്ടേ സിനിമ ഇൻട്രസ്റ്റ് ഭയങ്കരമായിരുന്നു. ചേട്ടന് ഭയങ്കര ക്രേസ് ആയിരുന്നു ഡയറക്ഷനോടും. ഇൻ ടു ദ ഫിലിം ഫീൽഡ് എന്നായിരുന്നു ചേട്ടൻ ആദ്യം തന്നെ. അതാണ് ഫസ്റ്റ് ഹി വാസ് ഇൻ പ്രസാദ് പ്രൊഡക്ഷൻസിലായിരുന്നു. പ്രസാദ് പ്രൊഡക്ഷൻസിൽ ആദ്യം അക്കൗണ്ടന്റ് ആയിട്ടാണ് പോയത്. പക്ഷെ ചേട്ടൻ അതൊന്നും അല്ലായിരുന്നു, എങ്ങനെയെങ്കിലും പ്രൊഡക്ഷൻസിൽ കയറണം എന്നായിരുന്നു ആദ്യം. അതുകൊണ്ട് ഇവൻ ഹി ഗോട്ട് എ ജോബ് ഹി വെന്റ് ഇൻ. പക്ഷെ പിന്നെ പ്രസാദ് ജിയുടെ അടുത്ത് സംസാരിക്കും, പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് അവന് പിന്നെ ചേട്ടന് ഹിന്ദിയും ഒക്കെ അറിയായിരുന്നല്ലോ. സോ അങ്ങനെ പോയി. പിന്നെ ചേട്ടൻ ഭയങ്കര എന്റർപ്രൈസിങ് ആണ്, ഭയങ്കര എന്താ പറയാ സംസാരിക്കാനൊക്കെ നന്നായിട്ട് എല്ലാവരായിട്ട് മിങ്കിൾ ചെയ്യും. അപ്പൊ ചേട്ടന് ആർക്കും ഇഷ്ടപ്പെടും.
അപ്പോൾ ആ രീതിയിൽ ചേട്ടനാണ് ആദ്യം പ്രസാദ്ജിയുടെ അടുത്ത് പിന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങിയതും. അത് കഴിഞ്ഞിട്ടാണ് കെ ബാലചന്ദ്ര സാറിന്റെ കെ ഏക് ദൂജെ കെ ലിയയിൽ അവർക്ക് തമിഴും ഹിന്ദിയും അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് പ്രസാദ്ജിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ സുരേഷിന് റെക്കമെൻഡ് ചെയ്തു. അങ്ങനെയാണ് കെ ബി സാറിന്റെ അടുത്ത് എൻ്റെ ചേട്ടൻ കയറുന്നത്. അതിനുശേഷം പിന്നെ കെ വി സാർ പറഞ്ഞു എനിക്ക് സുരേഷിനെ വിട്ട് വേറെ കളിയില്ല, സുരേഷ് എൻ്റെ കൂടെ വന്നാൽ മതി എന്ന്. അപ്പോൾ അങ്ങനെയാണ് പ്രസാദ് പ്രൊഡക്ഷൻസ് വിട്ടിട്ട് ചേട്ടൻ അസിസ്റ്റന്റ് ആയിട്ട് കെ ബി സാറിൻ്റെ കൂടെ പോകുന്നത്. അങ്ങനെ അസിസ്റ്റന്റ് ആയിട്ട് നിന്ന് പിന്നെ കുറേ പടങ്ങൾ കെ ബി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തു. അത് പിന്നെ ഒരു സുപ്രഭാതത്തിലാണ് പെട്ടെന്ന് ചേട്ടനെ വിളിച്ചിട്ട് പറയുന്നു നീ അണ്ണാമലൈ ചെയ്യുന്നു. അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ചേട്ടൻ്റെ അടുത്ത്. അങ്ങനെയാണ് ചേട്ടൻ ഫസ്റ്റ് ഡയറക്ഷൻ തുടങ്ങുന്നത് അണ്ണാമലൈ. ആ സമയത്ത് മറ്റേ കമൽഹാസന്റെ ഒരു ഓട്ടോഗ്രാഫ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ട് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതെ 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 അതെ, ഞാൻ ഭയങ്കര ഫാനാണ് കമൽ സാറിന്റെ. അപ്പോ അതെ അതെ ശരിക്കും. അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ ഏക് ദൂജെ കെ ലിയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് അപ്പോൾ ഒന്ന് നമുക്ക് ഈ സെൽഫി എടുക്കലും അല്ല അങ്ങനെയൊന്നും പറ്റില്ല. അപ്പൊ ചേട്ടൻ വിശാഖപട്ടണത്തിലൊക്കെ ഷൂട്ടിലായിരുന്നു, ഞാൻ ബോംബെയിലാണല്ലോ. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് ഓൾറെഡി ഇവിടുന്ന് പോകുമ്പോഴേ പറഞ്ഞു, അയ്യോ എനിക്ക് കമൽ സാറിൻ്റെ കൂടെ ഫോട്ടോ എടുക്കണമായിരുന്നു, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഓട്ടോഗ്രാഫെങ്കിലും എനിക്ക് മേടിച്ച് തരുമെന്ന്. അപ്പോൾ അങ്ങനെ ചേട്ടൻ പോയിട്ട് അങ്ങനെ ഒരു കമൽ സാറിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് എഴുതി എനിക്ക് കൊണ്ട് തന്നു. സോ അതും എനിക്കൊരു വലിയ സംഭവം, നിധി കിട്ടിയത് കുറെ കാലം കയ്യിലുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്, പക്ഷെ എവിടെ നോക്കണം. ഐ എം ഷുവർ ഐ ഹാവ് നോട്ട് ഗിവൻ ഇറ്റ് അവേ ഓർ അങ്ങനെ എവിടെയും പോയിട്ടൊന്നുമില്ല. ഐ നോ എനിക്ക് എൻ്റെ ഒരു ഓറഞ്ച് കളറിലുള്ള ഒരു ഓട്ടോഗ്രാഫ് ബുക്കായിരുന്നു. ആ ഓട്ടോഗ്രാഫ് ബുക്കിൻ്റെ അകത്ത് ഫസ്റ്റ് ഫോട്ടോ ഞാൻ വെച്ചിരിക്കുന്നത് തന്നെ കമൽ സാറിൻ്റെ ഫോട്ടോ ആയിരുന്നു. എന്നിട്ട് അങ്ങനെയാണ്. അപ്പോൾ എന്നിട്ട് പിന്നെ ഞാൻ തമിഴ് പടത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സിംല സ്പെഷ്യൽ എന്ന പടത്തിലായിരുന്നു ഞാൻ കമൽ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊക്കെ കൈയൊക്കെ വിറക്കിയായിരുന്നു, കൈയൊക്കെ നനഞ്ഞിട്ട് ടെൻഷൻ അടിച്ചിട്ടൊക്കെ. എനിക്ക് അതേവരെ എനിക്ക് ഒരു പടത്തിൽ അഭിനയിക്കുമ്പോഴും ഒരു ടെൻഷൻ എന്ന് പറയാനില്ല. പക്ഷേ കമൽ സാറിൻ്റെ കൂടെ കമൽ സാറിൻ്റെ മുമ്പിൽ വരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ബട്ട് ഹി വാസ് വെരി എന്താ പറയുക ഹെൽപ്ഫുൾ ആയിരുന്നു നമുക്ക് പറഞ്ഞു തരുന്നതും യുനോ. സോ അങ്ങനെ ആ വർക്ക് എക്സ്പീരിയൻസ് കമൽ സാറിൻ്റെ കൂടെ ഇറ്റ് വാസ് എൻ അമേസിങ് എക്സ്പീരിയൻസ്. ഈ തിരിച്ചുവരവില് ചെയ്യുന്ന സിനിമകളൊക്കെ ഭയങ്കര കിടില സിനിമകളാണ്. അതെ അതെ. ആൻഡ് വിഷ്ണുലോകവും നയം വ്യക്തമാക്കുന്നു ബാക്ക് ടു ബാക്ക് റിലീസസ് ആണ്. എന്നും നന്മകൾ 3 ബാക്ക് ടു ബാക്ക് റിലീസുകളാണ്. തിരിച്ചു വരുമ്പോ എന്താ ഭയങ്കര ഉള്ളിൽ ഭയങ്കര റേജ് ഉണ്ടായിരുന്നു, തകർക്കണം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇൻഫാക്ട് ഞാൻ വരാൻ ഒരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല, എനിക്ക് വരിക വേണ്ടെന്നായിരുന്നു. ബിക്കോസ് ആ സമയത്ത് എൻ്റെ വളരെ മോശമായിട്ടുള്ള ഒരു സമയമായിരുന്നു. ഐ വാസ് ടോട്ടലി ഇൻ ടു ഡിപ്രഷൻ. അപ്പോഴാണ് പിന്നെ എനിക്ക് നയം വ്യക്തമാക്കുന്നതിൻ്റെ ഓഫർ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റില്ല, ഞാൻ അഭിനയമൊക്കെ മറന്നു. ഐ മീൻ ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ കം ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ തന്നെയായിരുന്നു. ഞാൻ നയം വ്യക്തമാക്കുന്നു ചെയ്യാൻ ഉദ്ദേശമേ ഇല്ലായിരുന്നു. കൺവിൻസിങ് എന്ന് പറഞ്ഞാൽ ബാലേന്ദ്രമേനൻ സംസാരിച്ചു, മമ്മൂക്ക വിളിച്ചു, എന്നിട്ട് പറഞ്ഞു ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ശാന്തി വന്നു നോക്ക്, ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും, കാരണം ഈ ക്യാരക്ടർ ശാന്തിക്ക് പറ്റുന്നതാണ്, ഇല്ല എന്ന് പറഞ്ഞാൽ വേണ്ട നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ദിവസം പോയിട്ട് ഞാൻ ശരി എന്നൊക്കെ പറഞ്ഞ് പോയതാ. പക്ഷേ എനിക്ക് ഉറപ്പില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ടൊന്നും ഡയലോഗോ അത് വേറെ എന്ത് ചെയ്യാൻ പറ്റും. എന്നിട്ടാണ് മേനൻ എൻ്റെ അടുത്ത് ഒരു വലിയ സീൻ എടുത്ത് കൈ തന്നു. എന്നിട്ട് പറഞ്ഞു ഇതങ്ങ് ചെയ്താൽ ഞാൻ പറഞ്ഞു ഐ ഡോണ്ട് തിങ്ക് സോ, മര്യാദയ്ക്ക് പോയി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ചെയ്തു. ഇറ്റ് ജസ്റ്റ് കെയിം ടു മീ എന്നാണ് പറയാം. അപ്പോഴാണ് ചോദിച്ചു എവിടെ പോയി അഭിനയം എന്ന് ചോദിച്ചാൽ അതിൽ അതൊന്നും മനുഷ്യൻ്റെ മനസ്സിലുള്ള ഒരു സംഭവം ഒന്നും ആർക്കും മറക്കാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. യു ക്യാൻ ഡു ഇറ്റ്, യു ആർ ഡൂയിങ് ഇറ്റ് എന്ന് പറയാം. അങ്ങനെയാണ് പിന്നെ ആ പടം ചെയ്യുന്നതും. പിന്നെ കോൺഫിഡൻസ് വന്നു, കുറേയൊക്കെ നമുക്കും ചെയ്ത് വന്നപ്പോൾ അതിന് യു ഫീൽ നൈസ്. മാത്രമല്ല നമ്മുടെ ലൈഫിൻ്റെ എക്സ്പീരിയൻസസ് നമ്മുടെ ക്യാരക്ടേഴ്സ് നമ്മുടെ പേഴ്സണാലിറ്റി ഒക്കെ ചേഞ്ച് ആവും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫേസിലും അതുപോലത്തെ എക്സ്പ്രഷൻസ് ആയിരിക്കും. അപ്പം ഇപ്പം നമ്മൾ 16-17 വയസ്സിൽ വന്ന ഒരു നിദ്രയില ചെയ്ത ശാന്തികൃഷ്ണ അല്ല നയം വ്യക്തമാക്കുന്നു ചെയ്യുമ്പോഴേക്കും. ബിക്കോസ് അപ്പോഴത്തേക്ക് എൻ്റെ ലൈഫ് കംപ്ലീറ്റ് അങ്ങ് മാറി, ടോട്ടലി അപ്സൈഡ് ഡൗൺ ആയി. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ ലൈഫിൻ്റെ എക്സ്പീരിയൻസസിലുള്ള അപ്സ് ആൻഡ് ഡൗൺസ് വന്നു, എൻ്റെ കംപ്ലീറ്റ് പേഴ്സണാലിറ്റി മാറി, എൻ്റെ വിഷമം. സോ ഓൾ ദാറ്റ് വാസ് പ്രൊജക്റ്റ്. അപ്പൊ നയം വ്യക്തമാക്കുന്നു ഹോം മേക്കർ വാസ് had an influence of your life. Definitely. അത് നമുക്ക് ആ ഒരു രീതിയിലാണ്, കാരണം ഒരു ഹൗസ് വൈഫ് ആയല്ലോ, ഞാൻ ആയിരുന്നല്ലോ, അതുപോലെയൊക്കെ ചെയ്ത്. അപ്പൊ ആ ഒരു രീതിയിലാണ് ഞാൻ പെരുമാറുന്നതും. പിന്നെ മമ്മൂക്കക്ക് ഒരു വളരെ ഡിഫറെന്റ് ക്യാരക്ടർ ആയിരുന്നു അത്. ബട്ട് എന്നാലും ഹി വാസ് വെരി ഹാപ്പി ചെയ്യാനൊക്കെ, ബിക്കോസ് ഞങ്ങളുടെ നല്ല കെമിസ്ട്രി ആയിരുന്നു ആ പടത്തില്. സോ ദാറ്റ് റിയലി വർക്ക്ഡ് ഔട്ട് വെരി വെൽ.
പിന്നെയാണ് വിഷ്ണുലോകം പിന്നെ എൻ്റെ സ്ഥിരം ക്യാരക്ടർ ആയിരുന്നു. പക്ഷേ എന്നാലും ഇന്നും ആൾക്കാർ എന്നെ എവിടെ വെച്ച് കാണുമ്പോഴും ദേവി എന്ന് പറയൂ. വിഷ്ണുലോകത്തിൽ ആ മോഹൻലാൽ പറയുന്ന ആ ഒരു സീന്. അതുപോലെ ഇപ്പോൾ എന്നും നന്മകൾ ജയറാമിൻ്റെ കൂടെ സത്യനന്ദിക്കാടിൻ്റെ ഫസ്റ്റ് പടം ഞാൻ ചെയ്യുന്നു. സോ ഇതെല്ലാം കൂടി വന്ന് പിന്നെ സവിതമായി, ചകോരമായി, ഇറ്റ് വാസ് ലൈക്ക് സം അമേസിങ് ക്യാരക്ടേഴ്സ്. അതെ അതെ. സവിതമൊക്കെ ഞാനും 26-27 ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇത് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. ജോർജ് ഗിത്തു വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു സവിതം പോലത്തെ ക്യാരക്ടർ 40 വയസ്സ് 50 വയസ്സെന്നൊക്കെ പറയുമ്പോൾ അയ്യോ ആൾക്കാരെ അത് അക്സെപ്റ്റ് ചെയ്യില്ലായിരിക്കും. അപ്പോഴാണ് വേണുചേട്ടൻ എന്നെ നെടുമുടി വേണുചേട്ടൻ എന്നെ വിളിച്ച് പറയുന്നത്, ശാന്തി നമ്മളൊക്കെ ചെയ്യുന്നത് നമ്മളായിട്ട് തന്നെ ചെയ്യുവാണെങ്കിൽ അതൊരു അഭിനയമല്ല, അത് ബിഹേവിയർ ആണ്. ഞാൻ ഈ പ്രായത്തിലുള്ള ക്യാരക്ടർ ഇതുപോലെ സാരി കൊടുത്തിട്ട് ഞാൻ അങ്ങ് പോയി ഇരിക്കുകയാണ്, എന്നിട്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാലും ഇറ്റ്സ് ലൈക്ക് ആക്ടിങ്. പക്ഷെ അത് നീ ബിഹേവ് ചെയ്ത് പോകുന്നതാ. അതിൽ ആക്ടിങ് നമുക്ക് അതൊരു സ്ട്രെസ്സോ അല്ലെങ്കിൽ ഒരു അഭിനയിക്കാനുള്ള ഒരു ശ്രമമോ ഒന്നും അല്ലല്ലോ. യു ആർ ജസ്റ്റ് ബിഹേവിങ്. അതൊന്നും അല്ല ചെയ്യേണ്ടാവും. നമ്മളെക്കാട്ടിലും ഇതുപോലത്തെ ഡിഫറെൻ്റ് ആയിട്ടൊരു ക്യാരക്ടേഴ്സ് എന്ന് വെച്ചാൽ ഇതിനേക്കാളും പ്രായം കൂടുതലൊരു ക്യാരക്ടർ അല്ലെങ്കിൽ കുറഞ്ഞ ക്യാരക്ടർ അല്ലെങ്കിൽ വേറെ കൈയില്ല കാല്, ഐ മീൻ സംതിങ് ഡിഫറെൻറ്റ് ദാൻ വാട്ട് യു ആർ എന്ന് ചെയ്താലല്ലേ നമുക്കൊരു ചാലഞ്ച് ഉള്ളൂ. ഇതൊരു ചാലഞ്ചിൻ്റെ അടുത്ത് മര്യാദയ്ക്ക് ഒന്ന് ചെയ്യുകയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ സവിതം ചെയ്യുന്നതും ഫസ്റ്റ് ടൈം എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നതും. സോ അതൊക്കെ എനിക്ക് മാധുവിൻ്റെയും സുനിതയുടെയും അമ്മയായിട്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ചിന്തിക്കാം. എനിക്കും 10-26 വയസ്സേ ഉള്ളൂ അപ്പോൾ. ബട്ട് ഐ ഡിഡ് ഇറ്റ്. ആൻഡ് അതും ഇതിപ്പോ കരച്ചിൽ നിർത്താൻ പറ്റണ്ടേ. അതെ, അത് നമ്മുടെ ആറന്മുള പൊന്നമ്മ ചേച്ചിയുടെ ഒരു സീനില്ലേ, നമ്മുടെ യെസ് ഓർ നോ പറയൂന്ന് പറയുന്നത് വേണുചേട്ടൻ വന്നിട്ട്. അപ്പൊ ഞാനിങ്ങനെ തലയാട്ടിയിട്ട് അങ്ങനെ മറ്റേ ഇഴുകി താഴോട്ട് പോയി വീണിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് കരയുന്ന ഒരു സീൻ. അപ്പോൾ പൊന്നമ്മ ചേച്ചീനെ ആ ഷോട്ടിൽ ഞാൻ കരഞ്ഞ് ചേച്ചീനെ ഇങ്ങനെ പിടിച്ചപ്പോൾ ചേച്ചിയും ഇങ്ങനെ വീണ് എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചേച്ചിക്കും കരച്ചിൽ വന്നു. എന്നിട്ട് പിന്നെ അത് സീൻ കഴിഞ്ഞിട്ടും കുറേ നേരം അത് കണ്ടിന്യൂ ചെയ്തു. നമ്മുടെ മൈൻഡിൽ കൈയൊക്കെ വിറച്ചിട്ട് ആ ഫീലിംഗ് ഒക്കെ മൈൻഡിൽ നിന്ന് പോയില്ല അത്ര എളുപ്പത്തിൽ. അപ്പോൾ ആറന്മുള പൊന്നമ്മ ചേച്ചി പറഞ്ഞു അതും എനിക്കൊരു അവാർഡായിരുന്നു. ചേച്ചി അന്ന് പറഞ്ഞ് എൻ്റെ ഇത്രയും കാലത്തെ അഭിനയ ജീവിതത്തിൽ എന്നെ ശരിക്കും ഷോട്ടിൽ കരയിപ്പിച്ചിട്ടില്ല ആരും, മോളാണ് ഇപ്പോൾ ചെയ്തത് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും എനിക്ക് വീണ്ടും കരച്ചില്ലേ. കാരണം അത്രയും വലിയ ആർട്ടിസ്റ്റൊക്കെ അവർ അങ്ങനെയൊക്കെ പറയുമ്പോഴേ നമുക്കത് ഒരു എന്താണ് പറയുക, അതിന് ട്രഷേർഡ് സംഭവം തോട്ട്സ് നമുക്ക് കിട്ടുന്നതല്ലേ. അതൊക്കെയാണ് ട്രഷർ അവാർഡ്സ്. നമുക്ക് ഈ ഫിസിക്കൽ അവാർഡിനെക്കാട്ടിലും കൂടുതലാണ് ഇന്നും നമ്മളത് ഓർക്കുന്നതും ഒക്കെ. അപ്പം ഞാൻ പറഞ്ഞു അതുപോലത്തെ ഒക്കെ പടങ്ങളും അതുപോലത്തെ ക്യാരക്ടേഴ്സും ഒക്കെ എനിക്ക് കിട്ടിയത് സത്യത്തിൽ വലിയൊരു ഭാഗ്യം തന്നെയാണ്. അത് ചകോരം ലൂയി ചേട്ടൻ്റെ ദാറ്റ് വാസ് അനദർ അമേസിങ് ക്യാരക്ടർ. അതും ആദ്യം ഷബാന ആസ്മി ഒക്കെയാണ് വിളിക്കാൻ ഉദ്ദേശിച്ചിരുന്നു എന്നാണ് കേട്ടത്. ഞാൻ പറഞ്ഞത് ഞാൻ തന്നെയാണ് ഇതിൻ്റെ, ഷബാന ആസ്മി വേണ്ട. അപ്പോഴാണ് ലോയി ചേട്ടൻ പറഞ്ഞില്ല ശാന്തി തന്നെ ചെയ്താൽ മതി. കാരണം വേറെ ആൾക്കാർ നമ്മൾ ഷബാന ആസ്മിയൊക്കെ വിളിച്ച് അവർക്ക് നമുക്ക് ഇന്ത്യൻ കൾച്ചർ കേരള കൾച്ചർ അത് ആ പക്ക ശാരദാമണി എന്ന് പറയുന്ന ക്യാരക്ടർ അങ്ങനെയും കൂടി ആയിരുന്നല്ലോ ആ പൂജയൊക്കെ ചെയ്യുന്നത്. അവരെ കൊണ്ട് അതൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി. മാത്രമല്ല ജനം എത്രത്തോളം അത് അക്സെപ്റ്റ് ചെയ്യും എന്നും അറിയില്ല. ശാന്തി ചെന്ന് ചെയ്താൽ മതി എന്നുള്ള അങ്ങനെയാണ്. പിന്നെ ചകോരം എങ്ങനെ പുള്ളി ക്യാരക്ടർ എക്സ്പ്ലെയിൻ ചെയ്തു തരിക? ആര് ലോയി ചേട്ടനോ? അത് ലോയി ചേട്ടൻ എഴുതിയതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യം പറയും. ഫസ്റ്റ് തന്നെ ആ ക്യാരക്ടറിന്റെ ഒരു ട്രേറ്റ്സ് പറഞ്ഞു തരും. അതായത് ദേഷ്യമാണ് അവർക്ക്. അതാണല്ലോ ഫസ്റ്റ് എൻ്റെ ബോഡി ലാംഗ്വേജ് തന്നെ പഠിപ്പിച്ചിരുന്ന ലോയി ചേട്ടനാണ്. നമ്മൾ ആദ്യം ഒരു ആണുങ്ങളുടെ ഒരു ഇതും കൂടി ഗംഭീരവും ഉണ്ടാവും അവർക്ക്. ആ ഫസ്റ്റ് പൂജയൊക്കെ ചെയ്യുമ്പോഴും ഇങ്ങനെയൊക്കെയാണ് സാഷ്ടാംഗമായിട്ടൊക്കെയാണ് നമസ്കരിക്കുന്നതും ഒക്കെ. ഈ ഇതൊന്നുമില്ല. കാരണം അവര് അങ്ങനെയാണ് ജീവിതത്തിൽ ഷീസ് ഗോൺ ത്രൂ സോ മച്ച്. അവരാണ് ആ വീടിന്റെ നാഥൻ എന്നൊക്കെ ആണല്ലോ. അപ്പൊ ആ ബോഡി ലാംഗ്വേജ് ഫസ്റ്റ് തന്നെ കാണിച്ചൊക്കെ തന്നു എനിക്ക്. ഇങ്ങനെയൊക്കെ അത് പൂജക്കൊക്കെ ചെയ്യുന്നത് നമ്മൾ നൈസായിട്ടല്ല ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഇടണം എന്നൊക്കെ പറഞ്ഞു. സോ അങ്ങനെ കുറെ ഉണ്ട്. അപ്പൊ അതിൽ പിന്നീട് മുരളിച്ചേട്ടനായിട്ടുള്ള ക്യാരക്ടർ വരുമ്പോഴാണല്ലോ ഷീ സ്റ്റാർട്ട്സ് ബ്ലഷിങ്, ഷീ സ്റ്റാർട്ട്സ് ഫീലിംഗ്. അങ്ങനെ ഒരു ഗ്രേസും ആ ഒരു മൈൻഡിൽ വുമന്റെ ഒരു ഫീലിങ്സ് ഒക്കെ വരുന്നത് അവർക്ക് അന്ന് അപ്പോഴാണല്ലോ. അതിനു മുമ്പ് അവർക്ക് ദേഷ്യവും അവരെ ഉണ്ണിയാർച്ച എന്നൊക്കെ അല്ലേ പറയുന്നത്. സോ അങ്ങനത്തെ ക്യാരക്ടർ തുടക്കം മുതലേ ലോയി ചേട്ടനും വേണുവും ഡയറക്ടർ എല്ലാം പറയുന്നത് ഇതുപോലെ ട്രേറ്റ്സ് ആണ്. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ഡയലോഗ് പറയുമ്പോഴും ആ ബോഡി ലാംഗ്വേജ് നമ്മൾ കീപ്പ് ചെയ്യും. സോ അതിനനുസരിച്ച് നമ്മൾ അഭിനയിക്കും. സോ അതിൽ അത്രയ്ക്കും ഞാൻ വർക്ക് ചെയ്ത ഒരു ക്യാരക്ടറാണ് ചകോരം. അപ്പം അതിൽ തന്നെ എനിക്ക് ബെസ്റ്റ് ആക്ട്രസും കൂടെ കിട്ടിയത്
എനിക്കൊരു അനുഗ്രഹമായിരുന്നു. അങ്ങനെ ഫിസിക്കൽ ഇന്റിമസി ഉള്ള ഒരു റൊമാൻറ്റിക് സീനിലും അങ്ങനെ അപ്പിയർ ചെയ്തിട്ടില്ല. പക്ഷെ കുറെ റൊമാൻറ്റിക് സിനിമകൾ ഉണ്ട് താനും. അതിന് വല്ലാത്ത കോമ്പിനേഷൻ അല്ലേ? അതെ അത് ഐ ഡോണ്ട് നോ ബിക്കോസ് ഐ തിങ്ക് ഞാൻ ബേസിക് നേച്ചർ എൻ്റെ റൊമാൻറ്റിക് ആണെങ്കിൽ പോലും റൊമാൻസ് ഒരു വിധം ചെയ്യാം, എനിക്ക് ഇതുപോലത്തെ ദൂരത്ത് നിന്നൊക്കെ കാണിക്കാം അങ്ങനെയൊക്കെ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഐ കുഡൻറ്റ് ഫിസിക്കലായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന പോലെ ബെഡ്റൂം സീൻസ് പോലെയൊക്കെ അങ്ങ് ചെയ്യുമ്പോൾ ഐ വാസ് നോട്ട് അറ്റ് ഓൾ കംഫർട്ടബിൾ. അതുകൊണ്ട് നാണം വരുമായിരുന്നു. നാണമല്ല, ഐ കാണ്ട്, ആൾക്കാരും കണ്ടോണ്ടിരിക്കും, എനിക്കത് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. സോ ഐ വിൽ ബി ലൈക്ക് നോ ഐ വോണ്ട് ഡു ഇറ്റ്. അപ്പോൾ ആൾക്കാർക്ക് ആദ്യമൊക്കെ അവർക്ക് തോന്നുമായിരുന്നു ഇതെന്താ പിന്നെ എങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ വന്നതല്ലേ, ഇതൊക്കെ ചെയ്യണ്ടേ. ഞാൻ പറഞ്ഞു എനിക്ക് ചെയ്യണ്ട, എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്നേ ഇല്ല, ഞാൻ തിരിച്ചു പോയിക്കോളാം എന്ന് പറയും. സോ അതുകൊണ്ട് പിന്നെ അവർക്ക് മനസ്സിലായി തുടങ്ങി. ശാന്തികൃഷ്ണനെ വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആണ്. വിശ്വംഭരൻ സാർ ഉണ്ടായിരുന്നു പണ്ടൊക്കെ, ഞാൻ സാറിന്റെ ഒരുപാട് ഞാൻ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ സാർ എൻ്റെ അടുത്ത് ആദ്യം പതുക്കെ വന്ന് ചോദിക്കും, ശാന്തി ഇങ്ങനെയൊക്കെയാണ് സീൻ. അവൾ വന്നിട്ട് പതുക്കെ ഇങ്ങനെ ഒന്ന് തൊടും, ഓക്കെ ആണോ ചോദിക്കും, പതുക്കെ ആരും കേൾക്കാതെ. ഞാൻ പറഞ്ഞു ഓക്കെ സാർ, ഓക്കെ റെഡി, ഷോട്ട് വെക്കൂ എന്ന് പറയും. അങ്ങനെയൊക്കെ ആയിരുന്നു. ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇത്രയും ഇതുപോലെയൊക്കെ ചെയ്തിട്ടും എങ്ങനെ ഇത്ര പടങ്ങൾ ചെയ്തു ശാന്തി എന്നാണ്. ബട്ട് ഇറ്റ് ക്യാൻ ഹാപ്പൻ. നമുക്ക് അത് അങ്ങനെ തന്നെ ചെയ്താൽ മാത്രമേ നമുക്ക് ഇന്നത്തെ ഐ ഡോണ്ട് നോ മേ ബി കോമ്പറ്റീഷൻ കാരണം അങ്ങനെ ഫീൽ ചെയ്യായിരിക്കും. അന്ന് ഒരു ഹാൻഡ്ഫുൾ ഓഫ് ആർട്ടിസ്റ്റ്സ് അവരവർക്ക് അവരവരുടേതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാനാണെങ്കിലും ജലജയായിരുന്നു കൂടുതലും ദുഃഖപുത്രി ക്യാരക്ടേഴ്സ്. എന്റെ പിന്നെ ഇടയ്ക്കൊക്കെ പിന്നെ കുറച്ചൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് എന്നാൽ പോലും മോസ്റ്റ്ലി അങ്ങനെയായിരുന്നു. പിന്നെ അംബിക കുറച്ചുകൂടെ ഗ്ലാമറസ് ആയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അവളുടെ ക്യാരക്ടേഴ്സ്. പിന്നെ പൂർണിമ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്ത് വരുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള സ്പേസ്, കോമ്പറ്റീഷൻ ഒന്നുമില്ല. ഞങ്ങൾക്ക് വി വെർ വെരി ഗുഡ്, ലൈക്ക് ഓൾ നല്ല ഫ്രണ്ട്സ്, ഇന്നും നല്ല ഫ്രണ്ട്സ് ആണ്. സോ ആ രീതിയിൽ നോക്കുവാണെങ്കിൽ ഐ വാസ് ലക്കി. അങ്ങനെയൊക്കെ തമിഴിലൊക്കെ അവർ കൂടുതൽ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഞാനൊക്കെ തമിഴില് വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സ് ഇട്ടത് ഫസ്റ്റ് പടത്തില് പനീർ പുഷ്പങ്ങൾ, അതിലൊക്കെ എന്റെ കൂടുതലും എനിക്ക് പാന്റ് ഷർട്ട് മിഡീസ് അങ്ങനെയൊക്കെ ആയിരുന്നു, തമിഴ് പടത്തിലായിരുന്നു. അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നോ? ജീൻസ് ഒക്കെ ഇട്ട് ടോപ്പ് ഒക്കെ ഇട്ട് നടക്കുന്ന ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നോ? അത്രയ്ക്ക് മോഡേൺ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തന്നെ ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഫേസ് മേ ബി ഇറ്റ് ഇസ് ലൈക്ക് ദാറ്റ്. പക്ഷെ വേറെ ഒന്നും കൂടിയുണ്ട്. എൻ്റെ നമുക്ക് ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി അങ്ങനെയൊക്കെ എൻ്റെ മേക്ക് ഓവർ ചെയ്താൽ എനിക്ക് അതും ആവാം ചെയ്യാം. ഇറ്റ് വാസ് നോട്ട് ലൈക്ക് നമ്മൾ ഇങ്ങനെ മാത്രമേ സൂട്ട് ആവുള്ളൂ എന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാൽ പോലും ആ ക്യാരക്ടേഴ്സ് ചെയ്യാൻ നമുക്കും ഒരു കോൺഫിഡൻസ് വേണ്ടേ. അപ്പം ഞാൻ ഇന്നും ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിലും ഇന്ന് പിന്നെ ചോദ്യം കൂടുതലാണ് എനിക്ക് അങ്ങോട്ട്. ആരെങ്കിലും എന്തെങ്കിലും ക്യാരക്ടർ കൊണ്ടുവന്നാലും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും എല്ലാം ഇപ്പോൾ നമുക്ക് ആ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് കൂടുതൽ ചോദിക്കും എന്താണ് സംഭവം, പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു, എന്തുകൊണ്ട് ഈ ക്യാരക്ടർ ഇങ്ങനെ സംസാരിക്കുന്നു ഒക്കെ എനിക്ക് അറിയണം. പണ്ടതൊന്നും അറിയില്ലല്ലോ, അവർ പറയുന്നത് നമ്മൾ ചെയ്യുന്നു എന്നാണ്. മോഡേൺ ഡ്രസ് എനിക്ക് അതിനുള്ള കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അപ്പൊ നമുക്ക് ഗ്ലാമർ റോൾസ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള കോൺഫിഡൻസ് വേണം. നമ്മൾ നടക്കുന്ന രീതിയും നമുക്ക് തന്നെ അത് കൺവിൻസിങ് അല്ല, കോൺഷ്യസ് ആണെങ്കിലേ ആൾക്കാർ വിചാരിക്കും അയ്യോ ഇവരെന്തിനാ ഇതൊക്കെ ചെയ്യാൻ പോകുന്നെന്ന് പറയും. സോ എനിക്ക് ഞാൻ ഒരിക്കലും അങ്ങനെ റിസ്ക് എടുക്കില്ലായിരുന്നു. പിന്നെ എനിക്ക് വന്ന റോൾസും മോസ്റ്റ്ലി ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ്. അങ്ങനെ ആരും എന്നെ അടുത്ത് ഇന്ന് ഭയങ്കര ഗ്ലാമർ റോളാന്ന് പറഞ്ഞിട്ട് ആരും വന്നിട്ടില്ല. അതുകൊണ്ടായിരിക്കും ചേട്ടനും എനിക്ക് പടം തരാത്തത്. ചേട്ടന്റെ പടത്തിൽ മോസ്റ്റ്ലി എല്ലാം അങ്ങനെയാണ്, എനിക്ക് ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല. അതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതാണ് പറയാം, എന്ത് ക്യാരക്ടർ ഉണ്ടെങ്കിലും എനിക്ക് ഐ നീഡ് ദാറ്റ് കോൺഫിഡൻസ്. എനിക്ക് കൺവിൻസിങ് അല്ലെങ്കിൽ ഞാൻ പറയും നമ്മൾക്ക് കൺവിൻസ് അല്ലെങ്കിൽ എങ്ങനെയാ ബാക്കിയുള്ളവരെ കൺവിൻസ് ചെയ്യുക. ഒരു ഡയലോഗ് പറയാൻ പോലും പറയും മാമിന്റെ കംഫർട്ടിൽ പറയൂ. ഇപ്പോഴൊക്കെ അങ്ങനെയാണല്ലോ, മാമിന്റെ കംഫർട്ടിൽ പറയൂ എന്ന് പറയും. മാമിന്റെ കംഫർട്ടിലാണെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും. ഇങ്ങനത്തെ ഈ വാക്കുകൾ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര കട്ടി വാക്കുകളൊക്കെ നമ്മൾ ഒരിക്കലും അങ്ങനെ സംസാരിക്കില്ലല്ലോ. ഒരു കാഷ്വൽ ആയിട്ട് പോകുന്ന ഒരു ക്യാരക്ടർ ആണെങ്കിൽ നമ്മൾ പറയുന്നത് അപ്പോഴേ ആ എക്സ്പ്രഷനും വരുള്ളൂ. നമ്മൾ അല്ലെങ്കിൽ ആ വാക്ക് ഓർത്തിരിക്കണം, അത് മറന്നും പോകും ചിലപ്പോൾ. സോ ഇറ്റ് വോണ്ട് വർക്ക്. അങ്ങനെയൊക്കെ ഇപ്പൊ പറയുന്നുണ്ട്. പണ്ടൊക്കെ അവര് പറയുന്നില്ല. പണ്ടപ്പോ ഇങ്ങനെ സ്ക്രിപ്റ്റ് സെലക്ഷൻ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ഒന്ന് പറയാൻ രീതി എങ്ങനെയാ? സെലക്ഷൻ ഒന്നും ഇല്ല എന്ന് വെച്ചാൽ അന്ന് അതുപോലത്തെ ക്യാരക്ടർ അവർക്ക് ഞാൻ തന്നെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവര് എന്റെ അടുത്ത് വരും, അത് നല്ലതായിരിക്കും, ഇറ്റ് വിൽ സൂട്ട് മീ, ഐ വിൽ ഡു ഇറ്റ്. അപ്പൊ അന്ന് ഈ സ്ക്രിപ്റ്റ് തരുമോ, വായിക്കാൻ തരുമോ? എനിക്കൊന്നും വായിക്കാനൊന്നും അറിഞ്ഞൂടാ, മലയാളം ABC അറിയില്ല. എൻ്റെ ആദ്യത്തെ പടത്തിലൊക്കെ മംഗ്ലീഷും ഒക്കെ എഴുതി അല്ലേ ഡയലോഗൊക്കെ ബൈഹാർട്ട് ചെയ്ത്
ഓ എനിക്ക് മലയാളം കുറച്ചൊക്കെ മനസ്സിലാവും. എവിടെയെന്ന് വെച്ചാൽ EVIDE അങ്ങനെ അത് എഴുതിയിട്ട്. തന്നെ അത് തന്നെ. ഇപ്പോഴും ടെക്സ്റ്റ് ചെയ്യുമ്പോൾ EVIDE തന്നെയാ. കാരണം എന്താ വെച്ചാൽ എനിക്ക് മലയാളം വായിക്കാൻ അറിയാം ഇപ്പോൾ, ആ പക്ഷെ എഴുതാനൊന്നും അറിഞ്ഞൂടാ. ഓക്കെ ഓക്കെ കാരണം ഞാൻ മലയാളം പഠിച്ചിട്ടില്ല, ഞാൻ ഈ സംസാരിച്ച് ശീലമാണ്. ഓക്കെ. അപ്പൊ ഡബ് ചെയ്യുന്നതും ഇപ്പോൾ ഞാൻ ഡബ് ചെയ്യുന്നു ഞാൻ തന്നെ. ഞാൻ മറ്റേ ഞണ്ടുകളുടെ നാട്ടിൽ തൊട്ട് ഞാൻ തന്നെയാണ് എല്ലാത്തിനും ഡബ് ചെയ്യുന്നത്. ബാക്കി അതിന് മുമ്പ് ഞാൻ April 19 എന്നൊരു പടം വന്നു, അതിലാണ് ആദ്യമായിട്ട് ഡബ് ചെയ്യുന്നത്. ആ മേനൻ സാറിന്റെ ഒരു നിർബന്ധം കാരണം മാത്രം. ആ ആ എന്തുകൊണ്ട് ഡബ് ചെയ്യുന്നില്ല ചോദിച്ച് ചീത്ത വിളിച്ച് എന്നെ ചിത്രാഞ്ജലി വിളിച്ച് ഡബ് ചെയ്യിപ്പിച്ചതാ. സോ അതാണ് എനിക്ക് എൻ്റെ വോയിസ് ഞാൻ തന്നെ കൊടുത്തത് അതിലായിരുന്നു. ബാക്കി എല്ലാം പണ്ടത്തൊട്ട് ഫസ്റ്റ് പടമൊക്കെ നിദ്രയിലൊക്കെ കോട്ടയം ശാന്ത ചേച്ചി, പിന്നെ ഭാഗ്യലക്ഷ്മി എനിക്ക് ഐ തിങ്ക് അധികം ചെയ്തിട്ടില്ല, എനിക്ക് സൂട്ട് ആവില്ലായിരുന്നു. എനിക്ക് കുറച്ചുകൂടെ ബേസ് വോയിസ് ആയതുകൊണ്ട്. ലിസി ഉണ്ടായിരുന്നു, ആനന്ദവല്ലി ചേച്ചി. ആനന്ദവല്ലി ചേച്ചിയാണ് എനിക്ക് പെർഫെക്റ്റ്. അവരായിരുന്നു ചകോരം എല്ലാം ചെയ്തത്. ഓക്കെ 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 ഓക്കെ. 2 മക്കളുണ്ടല്ലോ, അവരുടെ അടുത്ത് ചോദിച്ചാൽ പറയുന്നത് ഏറ്റവും ക്രേസി ആയിട്ടുള്ള ഒരു അമ്മയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളതെന്നാണ്. ഭയങ്കര ജോവിയലായിട്ടുള്ള, ഭയങ്കര കളിച്ച് ചിരിച്ചടക്കുന്ന ഒരു അമ്മയായിരുന്നല്ലോ. ഒരു സമയത്ത് പിള്ളേര് വന്ന് അമ്മേനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളൊരു അവസ്ഥ. അതിപ്പോഴും അങ്ങനെ തന്നെയാ. ഞാൻ ചിലപ്പോൾ പറയുമ്പോൾ അമ്മ എന്ന് പറയും. ഞാൻ പിന്നെ ചിലപ്പോൾ നമുക്ക് ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് കോമഡിയൊക്കെ കളിക്കും. ഞാൻ ഇതുപോലൊക്കെ വട്ടൊക്കെ കളിക്കും, ചുമ്മാ ഡാൻസ് ഒക്കെ ചെയ്യുക, ചുമ്മാ ഇടയ്ക്ക് വെച്ചിട്ട് എന്തെങ്കിലും പാട്ട് വെച്ചിട്ട് അതിനനുസരിച്ച് മൂവ്മെന്റ്സ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവർ എന്നൊക്കെ കാണിക്കും. അല്ലെങ്കിൽ നമ്മൾ വണ്ടിയിലൊക്കെ പോവുകയാണെങ്കിലും ഞാൻ പാട്ടൊക്കെ ഉറക്കൊക്കെ പാടും ചിലപ്പോൾ. അപ്പോൾ അവർ പറയും അയ്യോ അമ്മ, അവർ കേൾക്കും. കേട്ടോട്ടെ, നമ്മൾക്ക് നമ്മുടെ കുഷിയിലെ പാടുന്നതല്ലേ. അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ടൈം പാസ്. അവർക്ക് എന്താ, അവരെ അഡ്വൈസ് ചെയ്യാറുണ്ട് എന്തെങ്കിലും കാര്യത്തില്? അഡ്വൈസ് മെയിനായിട്ട് അവർ എന്നെ കുറ്റം പറയുന്നത് പേഷ്യൻസ് ഇല്ല. അവർ പറയും അമ്മ യു ഗോട്ട് ആബ്സല്യൂട്ട്ലി നോ പേഷ്യൻസ്. പറഞ്ഞു അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റൂടാ, നമുക്ക് അങ്ങനെ ശീലമായിപ്പോയി. ടേക്ക് എ ഡീപ് ബ്രെത്ത് എന്നൊക്കെ പറയും, സമാധാനപ്പെടും, അതൊക്കെ പതുക്കെ പോവാം. കാരണം എനിക്കാണെങ്കിൽ ഈ കൊച്ചിലെ മുതൽ നമ്മുടെ ബോംബെയിൽ ജനിച്ച് വളർന്നതുകൊണ്ട് ഈ ടൈമിൽ നമ്മൾ എവിടെയെങ്കിലും കറക്റ്റായിട്ട് ബസ് പിടിക്കാനോ അതിനെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് ആ ടൈമിൽ പോയില്ലെങ്കിൽ വി വിൽ മിസ്. ഇപ്പോൾ കോളേജിനാണെങ്കിലും നമ്മുടെ ഏതെങ്കിലും ക്ലാസ് ആണെങ്കിൽ, അത് എൻ്റെ മാസ്റ്റർ ജി ഡാൻസിൻ്റെ മാസ്റ്റർ ജി എങ്ങനെയാ വെച്ചാൽ 8 മണിക്ക് ക്ലാസ് ആണെങ്കിൽ രാവിലെ 8 മണിക്ക് അവിടെ പോയിട്ട് നമ്മൾ തൊഴണം. അല്ലാതെ 8 മണിക്ക് ക്ലാസ്സിൽ എത്തിയാൽ പോരാ. അതെങ്ങനെ 5-10 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാൽ അത്രേ ക്ലാസ് എടുക്കൂ. 45 മിനിറ്റ്സ് എടുക്കുകയുള്ളൂ, അല്ലാതെ 1 hour എടുക്കൂല. ഹി വാസ് ദാറ്റ് സ്ട്രിക്റ്റ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യണം. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് 7 മണിക്ക് ഇറങ്ങിയാൽ 7:15 ബസ് കിട്ടും. ബസ് കിട്ടിയപ്പോൾ നമ്മൾ പിന്നെ അവിടെ എത്തുമ്പോൾ ഒരു 20 മിനിറ്റ്, അത് കഴിഞ്ഞ് നടക്കാൻ ഒരു 10 മിനിറ്റ്. ഇപ്പം ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് അവിടെ പോയി ഡ്രസ്സ് മാറാൻ ഒരു 5 മിനിറ്റ്, പിന്നെ പോയിട്ട് 8 മണിക്ക് മുമ്പ് സാറ് വരുന്നതിന് മുമ്പ് നമ്മൾ പോയി അവിടെ നിൽക്കണം. അപ്പോൾ ഇങ്ങനെ ഫുൾ പ്ലാനിങ് ഉണ്ട്. അപ്പോൾ ഈ പ്ലാനിങ് ആണ് ഇന്നും എനിക്ക്. എന്തുണ്ടെങ്കിലും ഞാനിപ്പോൾ 4 മണിക്ക് നമ്മൾ ഫ്ലൈറ്റ് പിടിക്കണമെങ്കിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും. 4 മണിയാണെങ്കിൽ നമുക്ക് അവിടെ ചെക്ക് ഇൻ കൗണ്ടർ ക്ലോസ് ചെയ്യുന്നത് 3 മണിക്ക്. അപ്പോൾ 3 മണിക്കാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് പോകണമെങ്കിൽ 3/4 മണിക്കൂർ വേണമെങ്കിൽ അതിനൊരു അര. സോ ഇങ്ങനെയാണ് എൻ്റെ കാൽക്കുലേഷൻ. ബാക്കിലോട്ട് പോയി കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെ കറക്റ്റായിട്ട് അവിടെ എത്തി. അപ്പോൾ അവിടെ പോയി നമുക്ക് ഒരു ചായ കുടിക്കാൻ സമയം ഉണ്ടാവും, ഇതുണ്ടാവും. സോ ദ ഹോൾ തിങ് ഇസ് പ്ലാൻഡ് ഇൻ മൈ മൈൻഡ്. ഞാൻ അത്രയ്ക്ക് OCD ആണ് ഈ കാര്യത്തിൽ. എൻ്റെ പിള്ളേർ അങ്ങനെ ഈ സ്റ്റൈലാണ്. സ്ലോ ആയിട്ട് ഞാൻ പറഞ്ഞു ടാക്സി വന്നവൻ നിൽക്കും, അമ്മ റിലാക്സ്, 1 മിനിറ്റ് കൊണ്ട് അവർ പോവും, അവർ ടാക്സി എത്തി. ഇതാണ് എൻ്റെ ഇത്. എന്നിട്ട് പിന്നെ ദേഷ്യം, പിന്നെ വഴക്കൊക്കെ ആവും. ചിലപ്പോൾ ഇങ്ങനെ പറയും, ഞാൻ ഇതിനാണ് കുഴപ്പം, നിങ്ങൾ സിനിമയ്ക്ക് പോവുകയും വേണം, മര്യാദയ്ക്ക് ഡ്രൈവ് ആവില്ല, അവിടെ പോയി ഫസ്റ്റ് സീൻ കാണാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഞാൻ. അപ്പോൾ അത് അവർക്ക് ഇറിറ്റേഷനാണ്, എന്നാലും ഞാൻ അങ്ങനെയാണെന്ന് അവർക്ക് അറിയുകയും ചെയ്യാം.